ഹായ് ഓൾ, പി എസ് സി മെൻറ്ററിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്ന ഒരു പി എസ് സി ബുള്ളറ്റിൻ്റെ സീരീസ് ആയിട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 2024 വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർസിൻ്റെ ഒരു പോർഷനാണ് ഈ പി എസ് സി ബുള്ളറ്റിനിൽ ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മളതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാനൽ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ടോപ്പിക്സിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുള്ളത് ഇതാണ്, നോബൽ പ്രൈസിൻ്റെ കാര്യമാണ്. 2024 സാമ്പത്തിക നോബൽ സമ്മാന ജേതാക്കൾ, എക്കണോമിക്സ് നോബൽ ജേതാക്കളെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അവരുടെ കാര്യമാണ് പറയണത്. ഡാരോൺ എസ് എ മൊഗലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ എന്നിവർ ഈ വർഷത്തെ സാമ്പത്തിക നോബൽ സമ്മാനം പങ്കിട്ടു. ഇപ്പോൾ 3 പേരുടെ ഇതാണ് കൊടുത്തിട്ടുള്ളത്, ഡാരോൺ, സൈമൺ, ജെയിംസ്. ഓക്കെ, അടുത്തത് ഓസ്കാർ ജേതാവായ അമേരിക്കൻ നടി ജൂലിയ റോബർട്ട്സിനെ ഫ്രാൻസിൻ്റെ ദേശീയ ചലച്ചിത്ര ബഹുമതിയായി സീസർ പുരസ്കാരത്തിന് അർഹയായി തിരഞ്ഞെടുത്തു. അപ്പോൾ ഒരു വലിയൊരു പുരസ്കാരമാണ് സീസർ പുരസ്കാരം എന്ന് പറയുന്നത്. അതിനായിട്ട് തിരഞ്ഞെടുത്തത് ഫ്രാൻസിൻ്റെ ഓസ്കാർ ജേതാവായ അമേരിക്കൻ നടി ജൂലിയ റോബർട്ട്സിനെയാണ് സീസർ പുരസ്കാര ജേതാവായി തിരഞ്ഞെടുത്തത്. അടുത്തത് നോക്കാം. ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായി തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ തിരഞ്ഞെടുക്കപ്പെട്ടു. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പുല്ലമ്പാറ ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തതാണ് പുല്ലമ്പാറ. കേരള സർവകലാശാല അന്താരാഷ്ട്ര നിലവാരമുള്ള സർവകലാശാലകളുടെ പട്ടികയിൽ ഇടം പിടിച്ചു. അന്താരാഷ്ട്ര നിലവാരമുള്ള സർവകലാശാലകളുടെ പട്ടികയിൽ ഇടം പിടിച്ചത് നമ്മുടെ കേരള സർവകലാശാലയാണ്. PG ദേശീയ പുരസ്കാരം പ്രൊഫസർ റോമില ദാപ്പറിനാണ്. PG ദേശീയ പുരസ്കാരം. മികച്ച പാർലമെൻറ്റേറിയനുള്ള TM ജേക്കബ് സ്മാരക പുരസ്കാരത്തിന് ലോക്സഭാ അംഗം NK പ്രേമചന്ദ്രൻ അർഹനായി. NK പ്രേമചന്ദ്രനാണ് 2024 മികച്ച പാർലമെൻറ്റേറിയനുള്ള TM ജേക്കബ് പുരസ്കാരം ലഭിച്ചത്. കുട്ടികളെയും മുതിർന്നവരെയും മൊബൈൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനുള്ള സർക്കാർ പദ്ധതിയായ ഇമോജൻ ക്ലിനിക്കുകൾ വ്യാപിപ്പിക്കുന്നു. അപ്പോൾ ഇമോജൻ ക്ലിനിക്കുകൾ എന്ന് പറയുന്നത് കുട്ടികളെയും മുതിർന്നവരെയും മൊബൈൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ക്ലിനിക്സാണ്. ഈ വർഷത്തെ കേളപ്പജി പുരസ്കാരം മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ PV ചന്ദ്രനെ തിരഞ്ഞെടുത്തു. കേളപ്പജി പുരസ്കാരം അപ്പോൾ ആർക്കാണ് ലഭിച്ചത്? PV ചന്ദ്രൻ, മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ്. ഇനി അടുത്ത പോർഷനിലേക്ക് പോവാം. ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും വൻ നാശങ്ങൾ ഉണ്ടാക്കിയ ഡാന ചുഴലിക്കാറ്റ്. അപ്പോൾ ഒഡീഷയിലും പശ്ചിമ ബംഗാളിലുമാണ് ഡാന ചുഴലിക്കാറ്റ് നാശനഷ്ടം ഉണ്ടാക്കിയത് എന്നതിൽ നിന്ന് നോക്കുക. ഹരിയാന മുഖ്യമന്ത്രിയായി നയാബ് സിംഗ് സൈനി അധികാരമേറ്റു. അപ്പോൾ ആരാണ് ഹരിയാന മുഖ്യമന്ത്രി? നയാബ് സിംഗ് സൈനി, ഹരിയാന മുഖ്യമന്ത്രി. പ്രത്യേക പദവി റദ്ദാക്കിയതിന് ശേഷമുള്ള ജമ്മു കാശ്മീരിലെ ആദ്യ മുഖ്യമന്ത്രിയായി ഒമർ അബ്ദുള്ള സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഓക്കെ, അപ്പോൾ ജമ്മു കാശ്മീരിലെ മുഖ്യമന്ത്രിയായിട്ട് ഒമർ അബ്ദുള്ള ചെയ്തു. അതുപോലെ ഹരിയാന നയാബ് സിംഗ് സൈനി. സുപ്രീം കോടതിയുടെ 51ാം ചീഫ് ജസ്റ്റിസായി സഞ്ജീവ് ഖന്ന നവംബർ 11 ചുമതലയേൽക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 51ാം ചീഫ് ജസ്റ്റിസായിട്ട്. അപ്പോൾ 50ാമത്തെ DY ചന്ദ്രചൂഡാണ്. അതിന് ശേഷം 51ആയിട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായിട്ട് വരുന്നതാണ് സഞ്ജീവ് ഖന്ന. വിജയ് കിഷോർ രഹത്കർ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായി. വിജയ് കിഷോർ രഹത്കറാണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ട് നിയമിതയായത്. പുതിയൊരു നിയമനമാണ്, അത് പഠിച്ചു വയ്ക്കുക. ഐഷാന്ത് അസീമയെ ഇന്ത്യയിലെ മാലദ്വീപ് സ്ഥാനപതിയായി നിയമിച്ചു. പരമേശ് ശിവമണി തീരരക്ഷാ സേനാ മേധാവിയായി ചുമതലയേറ്റു. അപ്പോൾ ഇങ്ങനെയുള്ള നിയമനങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക. വിയറ്റ്നാമിൻ്റെ പ്രസിഡൻ്റായി ലുവോങ് കുവോങ്ങിനെ ദേശീയ അസംബ്ലി തിരഞ്ഞെടുത്തു. വിയറ്റ്നാം പ്രസിഡന്റ് ആരാണ്? ലുവോങ് കുവോങ്. വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ബ്രിക്സിൻ്റെ 16ാം ഉച്ചകോടി റഷ്യൻ നഗരമായ കസാനിൽ തുടങ്ങി. പാകിസ്ഥാൻ്റെ സാംസ്കാരിക നഗരമായ ലാഹോർ ലോകത്തിലെ ഏറ്റവും വായുമലിനീകരണമുള്ള നഗരം. പാകിസ്ഥാൻ്റെ സാംസ്കാരിക നഗരമാണ് ലാഹോർ. അതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരം. എയർ പൊല്യൂഷൻ ഏറ്റവും കൂടുതലുള്ളത് ലാഹോറിലാണെന്ന് ഓർക്കുക.
മാധവകവി സ്മാരക ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ സംസ്ഥാനത്തെ ആദ്യ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസായി പ്രഖ്യാപിച്ചു. ചോദിക്കാം. ആദ്യ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസായിട്ട് പ്രഖ്യാപിച്ചത് മാധവകവി സ്മാരക ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ്. ടൈംസ് ഓഫ് ഒമാൻ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് സത്യസായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാറിന് ലഭിച്ചു. ഈ വർഷത്തെ ലളിതാംബിക അന്തർജനം സാഹിത്യ പുരസ്കാരം സന്ധ്യ ജയേഷ് പുളിമാത്തിൻ്റെ ദയാവതം നോവലിനാണ്. ലളിതാംബിക അന്തർജനം പുരസ്കാരം ലഭിച്ചത് സന്ധ്യ ജയേഷിൻ്റെ പുളിമാത്തിൻ്റെ ദയാവതം എന്ന നോവലിനാണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അടുത്ത നോക്കിയാൽ സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി പ്രണബ് ജ്യോതിനാഥ് നിയമിച്ചു. ഇമ്പോർട്ടൻറ്റ്. സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി പുതിയ നിയമനങ്ങളാണ് കേട്ടോ. ഓൾറെഡി ഉണ്ടായിരുന്ന മാറി. പ്രണബ് ജ്യോതിനാഥിനെ നിയമിച്ചു. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ന്യൂസിലൻഡിന്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 32 റൺസിന് തകർത്താണ് ന്യൂസിലൻഡ് കപ്പ് ഉയർത്തിയത്. അപ്പോൾ വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടമാണ് കേട്ടോ ന്യൂസിലൻഡിനാണ് കിട്ടിയത്. ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച് ന്യൂസിലൻഡ് വിന്നേഴ്സായി ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചു. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റർ നീതു ഡേവിഡിന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഹാൾ ഓഫ് ഫെയിം പുരസ്കാരം. ടെസ്റ്റ് ക്രിക്കറ്റിൽ 9,000 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ ഇന്ത്യക്കാരനായി വിരാട് കോഹ്ലി. സച്ചിൻ ടെണ്ടുൽക്കർ, രാഹുൽ ദ്രാവിഡ്, സുനിൽ ഗവാസ്കർ എന്നിവരാണ് നേരത്തെ 9,000 തികച്ച ഇന്ത്യക്കാർ. അപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ 9,000 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ ഇന്ത്യക്കാരനാണ് വിരാട് കോഹ്ലി എന്ന് ഓർക്കുക. സാഫ് അണ്ടർ 70 ഫുട്ബോൾ കിരീടം ഇന്ത്യക്ക്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ 64 ഗോളുകളോടെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയതിൻ്റെ റെക്കോർഡ് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രി സ്വന്തമാക്കി. 64 ഗോളുകളോടെ ആട്ടോ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗത്തിൽ 27,000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരമായി ഇന്ത്യയുടെ വിരാട് കോഹ്ലി. അതിവേഗ 27,000 റൺസ്. സ്പാനിഷ് ഫുട്ബോൾ ഇതിഹാസം ആന്ദ്രേ ഇനിയെസ്റ്റ വിരമിച്ചു. 2024 ലോകകപ്പ് ഫുട്ബോൾ USA, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലാണ് നടത്തപ്പെടുന്നത്. അപ്പോൾ അത് ഒരു നല്ലൊരു പോയിൻ്റാണത്. ലോകകപ്പ് 2026 നടക്കുന്നത് USA, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലാണ്. 2020 ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ കുറിച്ച സിംബാബ്വെ. ഗാസിയയ്ക്കെതിരെ 120 പന്തിൽ 344 റൺസ് നേടിയാണ് സിംബാബ്വെ റെക്കോർഡിട്ടത്. പല രാജ്യങ്ങളും കണ്ടുപിടിച്ച ക്രിസ്റ്റഫർ കൊളംബസ് ഇറ്റലിക്കാരനല്ല, സ്പെയിൻകാരനായ ജൂതനാണെന്ന് DNA പരിശോധനയിൽ കണ്ടെത്തി. ഓക്കെ. 80,000 വർഷത്തിൽ ഒരിക്കൽ ദൃശ്യമാകുന്ന ഷുചിൻ ഷാൻ അറ്റ്ലസ് എന്ന വാൽനക്ഷത്രം കഴിഞ്ഞ ആഴ്ച ആകാശത്ത് ദൃശ്യമായെന്നാണ് പറയുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 4 യാത്രികരുമായി 2 മാസത്തിലധികം തങ്ങേണ്ടി വന്ന സ്പേസ് എക്സ് ക്രൂ 8 ദൗത്യം ഭൂമിയിലേക്ക് മടങ്ങിയെത്തി. സാഹിത്യ വിമർശകനും പ്രഭാഷകനുമായ ബാലചന്ദ്രൻ വടക്കേടത്ത് അന്തരിച്ചു. പാബ്ലോ നെരൂദ എന്ന കഥാപാത്രമായ ഇൽ പോസ്റ്റർ എന്ന വിഖ്യാത നോവലിൻ്റെ സൃഷ്ടാവ് അന്റോണിയോ സ്കാർമെത്ത അന്തരിച്ചു. കുറച്ച് ഡെത്താണ്. ബ്രിട്ടീഷ് ഗായകനും ഗാനരചയിതാവുമായ ലിയം ജെയിംസ് പെയിൻ അന്തരിച്ചു. അമേരിക്കൻ ഗായകൻ ജാക്ക് ജോൺസ് അന്തരിച്ചു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെത്താണ് ഇപ്പോൾ പറഞ്ഞത്. അതും പരീക്ഷകളിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC എക്സാമിന് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. 2024 നവംബർ മാസത്തെ PSC ബുള്ളറ്റിനാണിത്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നൊബേൽ പ്രൈസിനെ കുറിച്ചും സ്പോർട്സിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. നിയമനങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. പുതിയ പ്രസിഡൻറ്റും അതുപോലെ തന്നെ ചീഫ് മിനിസ്റ്റേഴ്സുമായിട്ട് നിയമിതരായ ആളുകളെക്കുറിച്ചും അവാർഡ്സിനെ പറ്റിയും അതുപോലെ ഡെത്തിനെ പറ്റിയും ഒക്കെ പറയുന്നുണ്ട്. ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയർസിൻ്റെ ടോപ്പിക്സ് തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങളത് നോക്കുക, പഠിക്കുക. എക്സാമിന് അത് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.